കല്യാണ വൈഭോഗരേ. സാറേ, ഓ ഈ മണവാളം കല്യാണപ്പെടിനെ വലിച്ചിട്ട് പോണ പോലെ എന്നെ കൊണ്ട് അവിടെ പോവാ. ഇന്ന് നമ്മുടെ ആദ്യ രാത്രി അല്ലേടാ? ഓ സാറേ, അവിടെ ചുമ്മാ സീരിയസ്ലി ആണ്. എന്നാ സാറിന്റെ അടുത്ത് വയർലെസ് ഉണ്ടെങ്കിൽ ഒന്ന് തരുമോ? എന്തിനാണ്? നമ്മുടെ കല്യാണം കഴിഞ്ഞാലും വീട്ടിലൊന്ന് പറയണ്ടേ? പിന്നെ നിനക്ക് പുള്ള കളിക്കാനായിട്ടല്ലേ വയർലെസ്? അല്ലെങ്കിൽ സാറിന്റെ വൈറസ് എന്റെ വീട്ടിലുള്ള അപ്പൂപ്പനും ഒരേപോലെ. എന്നാ രണ്ടിനും പറഞ്ഞാ തിരിയൂല. സാറ് തെറ്റിപ്പോയി. റാസ്കൽ അല്ല, ഭാസ്കർ. എന്നാ പിന്നെ ഭാസ്കർ ദ റാസ്കൽ. ഇപ്പൊ കറക്റ്റായി. മാറി നിക്കടാ. അനിയന്റെ സ്വഭാവം അനുസരിച്ച് ഞാൻ മാറിയിരിക്കേണ്ടതാണ്. പിന്നെ അപ്പുറത്തെ വീട്ടിൽ ഒറ്റക്ക് താമസിക്കുന്ന ശിശിരി ചേച്ചിയുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന കാര്യമല്ല പറഞ്ഞ, ഇങ്ങോട്ട് മാറിയിക്കാൻ. സാറിന് വർത്താനം പറയണത്? വരുമ്പോ പറയും അവിടെ നിൽക്കാൻ, അവിടെ നിൽക്കുമ്പോ പറയും ഇങ്ങോട്ട് മാറാൻ. ഇതെന്ത് വർത്താനം? ഞാൻ പറയുന്ന പോലെ നീ കേട്ടില്ലെങ്കിലല്ല നിന്നെ മൂക്കാൻ വേണ്ടി അടിച്ചു പൊട്ടിക്കും. സാറേ, പഴയ കാലമൊന്നും അല്ല. സാർ എന്നെ ഇവിടെ ഇട്ട് തല്ലിക്കഴിഞ്ഞാ ഞാൻ മൊബൈലിൽ സ്റ്റോറി ഇടും. അയ്യോ, ആ മൊബൈല് പിന്നെ എന്തിനു കൊള്ളാടാ? അയ്യേ, ഞാൻ സ്റ്റോറി ഇടുമെന്നാ പറഞ്ഞത്. അതെ, നീ കൂടുതൽ വേഷം കെട്ടിൽ എടുത്തു കഴിഞ്ഞാൽ നീ ഇവിടെ സ്റ്റോറി മെഴുകും. അയ്യോ, ഞാൻ പറയാ കേട്ടേക്കാ. വഴിക്ക് വാടാ. സാറല്ലേ വഴിക്ക് വരാൻ പറഞ്ഞത്? അതല്ല, ഞാൻ പറയണ പോലെ നീ ചെയ്യണോന്ന്. ശരി, ഞാൻ പറഞ്ഞാ കേട്ടേക്കാ. തൊണ്ടി എവിടെയാണ് ഒളിപ്പിച്ചേക്കണത്? സാറേ, ഞാൻ അതിപ്പോ എടുത്തു തരാം. അങ്ങനെ പെട്ടെന്ന് എടുക്ക്, സംഭവം തെളിയട്ടെ. കടക്കലാൻഡി. സാറേ, എന്താ തൊണ്ടി ചോദിച്ചപ്പോ ഇവൻ എന്തൊക്കെയാ കാണിച്ചു വെച്ചേക്കണത്? അയ്യോ, തൊണ്ടിന്നാടാ പറഞ്ഞത്. എനിക്ക് മാറിപ്പോയി. അയ്യോ, ഇതൊക്കെ നിനക്ക് എവിടെ കിട്ടുന്നടാ? അത് കുളിരല എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട് സാറേ. അയ്യോ, കുളിരല ഗ്രൂപ്പ്. ഇതിപ്പൊ എന്ത് ചെയ്യും? അത് തലയിലെടുത്ത് നോക്ക്. അതല്ലടാ, എവിടെ വെച്ചേക്കണത്? അതിപ്പോ തലയിലല്ലേ വെച്ചേക്കണത്? തൊപ്പിയുടെ കാര്യമല്ല പറഞ്ഞത്. നീ തൊണ്ടി മുതൽ അവിടെ കൊണ്ടാ വെച്ചേക്കണത്. എന്റെ പൊന്നു സാറേ, തൊണ്ടി മുതൽ ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെ പറയരുതേ, ഞാൻ നിന്നെ മൊത്തത്തിൽ തപ്പും. തപ്പുന്ന് പറഞ്ഞേ? നിന്റെ അടിയിൽ കിടക്കാൻ നിക്കർ പറയാൻ തപ്പിയിരിക്കും. അപ്പൊ കേസ് പൊളിഞ്ഞു പോയി. ഞാൻ നിക്കർ ഇടത്തില്ലല്ലോ. എന്റെ ചൂണ്ടുവരല് കണ്ടാ? അയ്യോ, നല്ല കുഴിതാ കൂട്ടൽ ഒരു ചെറുതാരം കുത്തി നോക്കായിരുന്നില്ലേ? വണ്ടിക്കകത്ത് കീറ്റിങ്ങനെ തിരിക്കണോ പൊക്കിട്ടോട് തിരിച്ചാട്ടല്ല. തിരിക്കല്ലേ, ഞാൻ സ്റ്റാർട്ട് ആവും. പിന്നെ ഫസ്റ്റ് പോക്ക് പോയാ പിന്നെ പിടിച്ചാ കിട്ടൂല. എടാ, നിനക്ക് ഇവിടുത്തെ എസ് ഐ ആരാന്നറിയാവാ? സാർ ഈ സ്റ്റേഷനിലുള്ളതല്ലേ? അതന്നെ അങ്ങനെ ചോദിക്കണത്. എസ് ഐ ആരാണെന്ന് എന്നോട് ചോദിച്ചെന്താ? സ്റ്റേഷനിലെ എസ് ഐ പീതാംബരൻ സാറിനെ നിനക്കറിയാവാ? അയ്യോ അയ്യോ, അറിയാ. പിന്നെ ഒരു കാരണമില്ലാതെ എന്റെ അളിയനെ കണ്ടുപിടിച്ച് പൊളിച്ചതല്ലേ? എന്തിന്? എന്റെ അളിയൻ ഒരു ദിവസം പബ്ലിക്കൻ തിന്നോണ്ട് വരെയായിരുന്നു. നിന്റെ അല്ലേ അളിയാൻ? പബ്ലിക് മാത്രമല്ല, പഞ്ചായത്ത് അടക്കം വിഴുങ്ങും. അയ്യേടാ, പബ്ലിക് അല്ല, പബ്ലിക്കൻ തിന്നുണ്ട്. ബബിൾക്കം അത് തിന്നോണ്ട് വരെയായിരുന്നു. അപ്പൊ ഇത് പല്ലേനൊട്ടി. ഇത് എടുക്കാൻ വേണ്ടി അളിയൻ നാക്കം കൊണ്ട് ഇങ്ങനെ കാണിച്ചതാ. എസ് ഐ മുമ്പിൽ ഇപ്പുണ്ടായിരുന്നു. മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തറാടാന്ന് ചോദിച്ച് കണ്ടിടിച്ച് അപ്പത്തന്നെ ആശുപത്രി കൊണ്ടുപോയി. എന്നിട്ടെന്താ, ഈ കൊപ്പറച്ചാക്ക് കൂട്ടിപ്പിടിച്ച് കെട്ടൂലേ, അതേപോലെ അവിടുന്ന് ഇവിടുന്നും ഭാര്യ കൂട്ടിട്ട് ഒറ്റ കെട്ടായിരുന്നു. വീട്ടിൽ ചെന്ന് നാലിൽ നിന്ന് കെട്ടയച്ചു നോക്കുമ്പോ കണ്ട കാഴ്ച എന്താ? പിരിയം താഴ്ത്തും കണ്ണു മുകളിലും. അതെന്താ അങ്ങനെ പറ്റിയത്? അല്ല, സാധാരണ ഡോക്ടർമാർ ഇങ്ങനെ നിന്നിട്ടല്ലേ തയ്ക്കണത്. ഏതോ ഒരു വെളിവില്ലാത്ത ഒരു ഇതിലെ വന്ന് തലക്കം പാവത്തൊന്ന് തിരിഞ്ഞു തയ്ച്ച്. അവൻ അവിടെ നിന്ന് നോക്കുമ്പോ കറക്റ്റാ പിരിയം ബോളിലും കണ്ണ് താഴ്ത്തും. ഇത് കണ്ടിട്ട് അളിയന്റെ മോൻ പറഞ്ഞ എന്താണെന്നറിയാമോ? അമ്മ അച്ഛന്റെ മുഖത്ത് സീനറി കുത്തി വെച്ചാക്കണെന്ന്. സീനറിയാ? അവൻ പറഞ്ഞത് കറക്റ്റാ. കെട്ടുവള്ളത്തിന്റെ മുകളിൽ ഉദയസൂര്യൻ ഉദിച്ച പോലെയല്ലേ കണ്ണിരുന്ന് വെച്ചത്. കലക്കി കളഞ്ഞില്ലേ? സീനറിയാ? അല്ലല്ല, അളിയന്റെ കണ്ണ്. അതുകൊണ്ട് ഞാൻ പറയണ് സാറേ, എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി തരണം. നടക്കത്തില്ല, എനിക്ക് അല്ലാണ്ട് തന്നെ ഒരുപാട് പ്രഷറുണ്ട്. IPC 365 497 995. സ്ഥിരവരുമാനമുള്ള ഈ സാറിന് ഇത്രയും കടമുണ്ടെങ്കിൽ എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. പിന്നെ പത്രക്കാരന് 450, പാലുകാരന് 750, പിന്നെ പച്ചക്കറി കടയിൽ 3500. ഇതൊക്കെ ഞാൻ എങ്ങനെ കൊടുക്കും? ഇതൊക്കെ ഒരു വകുപ്പാണ്. മാസ ശമ്പളം മേടിക്കണോണ്ട് സാറിന് ഇതിനുള്ള വകുപ്പുണ്ട്. ഒരു മണിക്ക് പോകാത്ത എനിക്ക് ഇതിനൊരു വകുപ്പില്ല. നിന്നെ അകത്താക്കാനുള്ള വകുപ്പ് എനിക്കറിയാം. സാറെ അകത്താക്കല്ലേ? 100 100 ഞാൻ വേണമെങ്കിൽ കൈമണി തരാം. കൈക്കൂലിയാ? അന്തസ്സും അഭിമാനമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഞാൻ. ഇവിടെ എന്താന്നറിയാവാ? പാപ്പം. നെഞ്ചത്തടിച്ചോണ്ട് 5 ഡയലോഗ് പറയാൻ വന്നപ്പോ അവനത് പാപ്പം. ഭാസ്കരേ, 36 വർഷമായടാ ഞാൻ സർവീസില്. ആണ്? അപ്പൊ ഞാനാ സീനിയർ. ഞാൻ 42 വർഷം സർവീസിൽ. പിന്നെ സർ, ഓക്കേടാ. ഏത് സർവീസില്? മോഷണം.
മോഷണം ഒരു സർവീസ് ആണോടാ? അല്ലേ? മോഷണം എന്ന് പറഞ്ഞൊരു കലയാണ്. ആ കല നിനക്കില്ലാത്തോണ്ടാണ് നീ പിടിക്കപ്പെട്ടത്. നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെയുള്ള കലാകാരന്മാരൊന്നും നിന്റെ കുടുംബത്തിലില്ല. സാറേ എന്റെ ചിറ്റപ്പൻ അറിഞ്ഞുവിടാഞ്ഞിട്ടാ. ചിറ്റപ്പൻ കിടുക്കനായിട്ട് പാട്ട് പാടും. നിന്റെ ചിറ്റപ്പനെ ഒരു പ്രാവശ്യം എന്റെ കൈ കിട്ടിയതാ. അന്ന് അവന്റെ മൂക്കാമണ്ട ഞാൻ ഇടിച്ചു പൊട്ടിച്ചതാ. അന്ന് പറഞ്ഞ് ചിറ്റപ്പൻ പാടുമ്പോ കൂടെ ആടും. പ്രേക്ഷകരാ? അല്ലല്ല, ചിറ്റപ്പന്റെ ഫ്രണ്ടിൽ 6 വല്ലി ആടുവന്നാ. ചിറ്റപ്പന്റെ ഒരു ഫേവറേറ്റ് സോങ് ഉണ്ട്, ഇതങ്ങനെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാറ്റത്ത് വിരിച്ചിട്ട സാരിത്തുടി പോലെ ഇങ്ങനെ കിടന്ന് പറക്കും. പിന്നെ അത് മാത്രോ, ഒരു ദിവസം ചിറ്റപ്പൻ മലന്ന് കിടന്ന് ഉറങ്ങിയായിരുന്നു. ചെറിയ ചെറുക്കൻ നെഞ്ചത്ത് കയറുന്നു, ഫോൺ കാണുന്നു. അത് വല്ല ഗെയിമും കളിക്കുമായിരിക്കും. ഞാനും അത് തന്നെ വിചാരിച്ചത്. പക്ഷെ ഞാൻ നോക്കുമ്പോട്ടില്ല, ഇവ യൂട്യൂബ് എടുത്തിട്ട് ചിറ്റപ്പന്റെ ആടി പല്ലിലിട്ട് കീബോർഡ് പഠിക്കും. ഈ ചെറുക്കൻ ഇപ്പൊ എവിടെയാടാ? അവനല്ലേ സൂപ്പർ സ്റ്റാറിലെ മെയിൻ കീബോർഡിസ്റ്റ്. കലാകുടുംബവാ. സാറിനല്ലേ എന്നോട് പുച്ഛം? അതൊക്കെ ഐജി സാറ്. ഐജി സാർ ഞാൻ എപ്പോ സ്റ്റേഷനിൽ ചെന്നാലും എന്റെ പുറത്ത് കെട്ടിട്ട് ഒരു വാക്ക് പറയും. അപ്രീഷിയേറ്റ് ചെയ്യുക. അല്ലല്ല, വെൽഡൺ ബോയ് എന്ന് പറയും. അതൊന്നുമല്ല. പിന്നെ സാർ എങ്ങനത്തെ തട്ടാ ഉദ്ദേശിച്ചത്? ഇങ്ങനത്തെ തട്ട്. ആ തട്ടല്ല, തിരിഞ്ഞേ നടക്കണതാണ് സ്റ്റേഷനിൽ. എടാ, അതാണ് ഞങ്ങളെ ഭാഷാപ്പുറം നടയടി. ഇവനെ ഓർത്തിരിക്കുന്ന ഇവനെ കിട്ടിയ അംഗീകാരം വന്നാ. അത് റെഡി ആയിരുന്നല്ലേ സാറേ? എനിക്കൊരു സംശയം കിടപ്പുണ്ട്. എന്താണ്? ഇപ്പൊ നമ്മുടെ തെളിവെടുപ്പ് കഴിഞ്ഞാൽ അടുത്ത ഘട്ടം എന്താണ്? ഇനി കട്ടാ നിന്നെ ഞാൻ കൂമ്പിടിച്ച് കളക്കുന്ന. ദൈവമേ, അടുത്ത കക്കലല്ല, അടുത്ത ഘട്ടം. നിന്നെ കോടതി കൊണ്ടുപോകും. അവിടെ ചെല്ലുമ്പോ അവിടെ ഉള്ളവര് നിന്നോട് ചോദിക്കും, ഹാജരുണ്ടോ? അപ്പൊ നീ എന്ത് പറയും? അവിടെ ജഡ്ജിയാണ്, അല്ലാണ്ട് നിന്നെ പണ്ട് പഠിപ്പിച്ച ബാലന്മാഷല്ല. കുറെ നേരമായി അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്നെ കൊണ്ട് നടക്കാൻ തുടങ്ങി. ഇന്ന് ഇവിടുന്ന് കുഴിച്ചെന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് പോലീസുകാർക്കുള്ള ബൊഫേ ആയിരിക്കും. നീ ഗൊഹയല്ലടാ, ബൊഫേ. ആടാ, എന്തെങ്കിലും കുഴിച്ചെടുക്കാൻ നോക്ക് പെട്ടെന്ന്. കാര്യം ഞാൻ പറഞ്ഞേക്കാം. പെട്ടെന്ന് കുഴിച്ചെടുക്കാം. എന്റെ ദൈവമേ, മണ്ണ് മാന്തുമ്പോ 2 മണി പൂച്ചക്കാട്ടോങ്കിലും കിട്ടില്ല, ഇല്ലെങ്കിൽ ഇയാളെന്നെ തിന്നും. എന്റെ പോലെ സാറ്, ഞാൻ ഇന്നൊരു സത്യം പറയട്ടെ. എന്താണ്? ഞാൻ ആ തൊണ്ട് മുതൽ വിറ്റു. നീ അത് വിറ്റല്ലേ? അപ്പൊ ഇത്രയും നേരം നീ എന്നെ പറ്റിക്കായിരുന്നു. നിന്റെ മോനിപ്പൊ എന്ത് ചെയ്യുന്ന പറഞ്ഞത്? അവൻ 4ാം ക്ലാസ്സിൽ പഠിക്കണ്. അപ്പൊ നിന്റെ കുടുംബത്ത് പുതിയൊരു കീബോർഡിസ്റ്റിന് കൂടി കിട്ടുമല്ല? അതിന് അവന് വായിക്കാനുള്ള കീബോർഡ് ഇല്ലല്ലോ. അവനുള്ള കീബോർഡ് ഞാൻ തരാം. നല്ല പോലെ ചിരിച്ച ഒരു സ്കിറ്റ് നമ്മൾ തുടക്കത്തിൽ തന്നെ കണ്ടിരിക്കുകയാണ് ഗൈസ്. താങ്ക് യു, നന്ദിയുണ്ടേ. അയ്യോ, അങ്ങനെയൊന്നും പറഞ്ഞൂടാ. ഇന്നത്തെ എപ്പിസോഡിലെ ഒരു കാര്യം ശ്രദ്ധിച്ചോ? എവിടെ നോക്കിയാലും ഫാൻസ് ഉള്ള ആൾക്കാരാ. ഇവർക്കും ഫാൻസ്, അവർക്കും ഫാൻസ്, അവിടെയും ഫാൻസ്, ഇവിടെയും ഫാൻസ്, അവിടെയും ഫാൻസ് എന്ന് പറയുന്നത് മൊത്തം ഫാൻസ് ആണ്. അതെ, ഇവരെയൊക്കെ എല്ലാരും പരിചയപ്പെടേണ്ട ആവശ്യമില്ലല്ലോ, അറിയാവുന്നവരാണ്. അവിടെ ഏറ്റവും മേളിലിരിക്കുന്ന വൈകാശിനെ പറ്റി പറയുകയാണെങ്കിൽ ഗേൾസ് ഒക്കെ ഇപ്പൊ ആലോചിക്കുമായിരിക്കും, എത്ര ഫാൻസ് ആണെന്നറിയോ വൈകാശിന്. നമ്മുടെ ഇൻട്രൊഡക്ഷൻ കണ്ട് തന്നെ ഗേൾസിന് കുറെ പേർക്ക് ഈഗോ അടിച്ചിട്ടുണ്ടാവും. വൈകാശ്, തോന്നിക്കുന്നില്ലേ അത്? ഇഷ്ടംപോലെ മെസ്സേജസ് ഒക്കെ വരാറില്ലേ ഗേൾസിന്റെ? മെസ്സേജ് വരാറുണ്ട്. എങ്ങനത്തെ മെസ്സേജ് വരാ? ഞാൻ ലൈക്ക് അടിച്ചിട്ടുള്ളേ, ഞാൻ കമന്റ് ചെയ്തിട്ടുണ്ട്. അല്ലെ, മെസ്സേജ് പല രീതിയിലുള്ള മെസ്സേജ് വരാറുണ്ട്. ഏത് രീതിയിലുള്ളതാണ്? അല്ല, ആ രീതിയല്ല. ഏത് രീതി? ആ രീതിയല്ല. ഏത് രീതി? ഇല്ല, ഒന്നുമില്ല. എന്റെ അമ്മയാണ് ഒന്നുമില്ല. ചേട്ടനെ ഒന്ന് നേരിട്ട് കാണാൻ ആഗ്രഹം. അങ്ങനത്തെ കുറെ മെസ്സേജ്. എന്നിട്ട് ആരെ കൂടെ ആരെ മീറ്റ് ചെയ്ത് എങ്ങനെ ഞാനങ്ങനെ ചോദിച്ചു വന്നു? ഞാനങ്ങനെ ആരെ മീറ്റ് ചെയ്തിട്ടൊന്നുമില്ല, പക്ഷെ കുറെ മെസ്സേജ് വരാറുണ്ട്. വീട്ടിലോട്ട് വരാൻ പറയുന്നു. വീട്ടിലോട്ട് വരാറില്ല. ഇതൊക്കെ പറയുമ്പോഴും താഴെ ദീപ്തി കൃഷ്ണന്റെ മനസ്സ് ഇങ്ങനെ എന്താ വിഷമിച്ചോണ്ടിരിക്കുകയാണ്. 6 വർഷം മുമ്പ് ഞാൻ പ്രണയിച്ച് കല്യാണം കഴിച്ചത് കൊണ്ട് എനിക്കൊന്ന് അനങ്ങാനോ ചിരിക്കാനോ. ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ചെയ്യണ ദീപ്തി എന്നെ തൊടിക്കാറില്ല. നമുക്ക് മറ്റേ മ്യൂസിക് എന്തായാലും നിങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. അപ്പൊ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. ഒരുപാട് വിശേഷങ്ങൾ ഇനി ചോദിക്കാനുണ്ട്. ഞാൻ അവരുടെ നിങ്ങളുടെ ഇൻസ്റ്റാ പേജ് ഈ തള്ളവൈബല്ലേ, അതെവിടെന്നെങ്കിലും മോഷ്ടിച്ചതാണോ? സ്വന്തമായിട്ട് കണ്ടുപിടിച്ച തന്നെയാ. ശ്വേത ചേച്ചി, എലീന പടിക്കല്, ഡയാന, ഇവരെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ പേരാണ്. അത് ഞങ്ങളായിട്ട് തുടങ്ങിയ ഒരു ഗ്രൂപ്പാ. അപ്പൊ ഇവർക്കും അതിലേക്ക് ജോയിൻ ചെയ്യണം. എന്തിനാ നമ്മൾ എന്താ പറയുന്നത്, എന്താ ചെയ്യുന്നത്? അപ്പൊ ഞങ്ങള് തള്ളാൻ തന്താസ്. എന്താണ് അങ്ങനെ മോളെ? അല്ല, ഇവര് രണ്ടുപേരും സിസ്റ്റേഴ്സ് നമ്മള് സിസ്റ്റേഴ്സ് ആണ്. പക്ഷെ 3 പേര് ഒരുമിച്ച്.
കാണുമ്പോ 3 പേരും ഒരേ ടൈപ്പ്. എല്ലാരും പറയും ട്രിപ്പിൾസ് ആണോ ചോദിക്കാറുണ്ട്. പക്ഷെ ആരാണ്? അതെന്റെ ഫ്രണ്ട്, ഇതെന്റെ സിസ്റ്റർ. കാലം പോയ പോക്കെ ഫ്രണ്ട്സിന് വരെ ഒരേ മുഖം. സോൾമേറ്റ്സ്. നിങ്ങളെ ഈ സ്ഥിരം റീൽസ് ഒക്കെ ചെയ്യാറില്ലേ? അപ്പൊ ഇങ്ങനെ കുറെ അബദ്ധങ്ങളൊക്കെ പറ്റുമല്ലോ. ഒരുപാട്. അതിൽ ഒരു അബദ്ധം പറയാൻ കൊള്ളാവുന്ന അബദ്ധം. ലേറ്റസ്റ്റ് എപ്പൊ റീൽ എടുക്കാൻ പോയാലും എന്തെങ്കിലും മണ്ടത്തരങ്ങൾ ചെയ്തു വെക്കുന്ന ആളാണ് ഇവള്. എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ഉണ്ടാവും. കൂട്ടത്തില് അതെ, നമ്മളെ വീട്ടില് ശ്രീവിദ്യ ചേച്ചി. പൊന്നോ ഒടുക്കത്താ പിന്നെ നിങ്ങളിപ്പോ നന്നായിട്ട് നിങ്ങളുടെ സോഷ്യൽ മീഡിയാസ് ഹാൻഡിൽ ചെയ്ത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതല്ലാണ്ട് വേറെ ഏതെങ്കിലും ഒരു പ്രൊഫഷൻ നോക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രൊഫഷൻസ് എന്തായിരിക്കും? ഞാനിപ്പം അക്കൗണ്ടായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കറക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ ചെയ്യുന്നത് അടിപൊളി. അവർക്കൊക്കെ ജോലിയുണ്ട്. ശരി, നമുക്കൊരു കാര്യം ചെയ്യാം. ഇന്നത്തെ സ്കിറ്റിനെ പറ്റി നമുക്ക് ചർച്ചാ വിഷയത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ശ്വേത ചേച്ചി, ഒറ്റയടിക്ക് നമുക്ക് ബാറ്ററി ഒക്കെ കണ്ടാലോ? നേരിട്ട് കാണാം. എന്ത് പറയുന്നു? സൂപ്പർ സൂപ്പർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ചേട്ടന്മാരെ എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നമുക്ക് നോക്കാം. കരനിറയെ പണമൊഴുകണ കടി പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി ധൃതതും തനതാളത്തിൽ ഞാൻ അടിപൊളി. 35,000 റുപ്പീസ് ആണ് നേടിയിരിക്കുന്നത്. ഈ ഒരു പോക്ക് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു 50ലേക്ക് വരെ പോവോന്നുള്ളത്. പക്ഷെ കുഴപ്പമില്ല, ഇനിയും സ്റ്റേജുകൾ നമുക്കുണ്ടല്ലോ. തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു ഈവന്റ് വരെ ഇനിയും ഇഷ്ടംപോലെ സ്റ്റേജുകൾസ് നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ മാക്സിമം ട്രൈ ചെയ്യുക. ഇനിയും 50 നേടട്ടെ. തീർച്ചയായും. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. എന്റെ കയ്യിലേക്കായി പോകരുത് കേട്ടോ. ഓൾ ദി വെരി ബെസ്റ്റ്. ചേച്ചി, 35,000 റുപ്പീസ് ക്രെഡിറ്റ് ചെയ്യാവോ? ക്രെഡിറ്റ് ആയിരിക്കാണ്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ നമുക്ക് വീണ്ടും കാണാം.